ഹലോ, എല്ലാ കൂട്ടുകാർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ്സിൻ്റെ സൈസും അതോടൊപ്പം റേറ്റും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്താൽ മതി വാട്സപ്പിൽ. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത്. കോൾസ് നമ്മൾ എടുക്കില്ല. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. ഈ ആഴ്ച നമുക്ക് ഹോളിഡേയ്സൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. അത് അയച്ച ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് അയക്കുക. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സ് കേടായി പോകും. കേരളത്തിനുള്ളിൽ മാക്സിമം 2 ദിവസമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയിരിക്കും. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈനാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണിത്. ഇതുപോലെ നല്ല മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ആർച്ചിലൊക്കെ പടർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഡക്ക് ഫീറ്റ് ആണ്. ഇതും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പാസിഫ്ലോറ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി. ഇതുപോലെ താറാവിൻ്റെ കാലുകൾ പോലെയാണ് ഇതിൻ്റെ ഇലകളിരിക്കുക. അതുകൊണ്ടാണ് ഡക്ക് ഫീറ്റ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഭംഗിയുള്ള കളറുകളിലുള്ള ലീഫാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക യുജീനിയ ലിവർ റെഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം യുജീനിയയുടെ ഒരു കോംബോ ഓഫർ ഇട്ടിരുന്നു. ഒരുപാട് പേര് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിവർ റെഡ് പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് തന്നെയാണ് പ്ലാന്റ്സ്. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ ലീഫ് വരിക. ഇതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് യുജീനിയയുടെ വേരിഗേറ്റഡ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് യുജീനിയയുടെ വേരിഗേറ്റഡ്. നമുക്ക് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക ഒരു എപ്പീസിയ വെറൈറ്റിയാണ്. ഷിമ്മറിങ് റെഡ് എന്നാണ് ഇതിൻ്റെ ID വരിക. നല്ലൊരു സിൽവർ കളറും റെഡ് കളറോടൊക്കെ ചേർന്ന ലീഫിൽ വരുന്ന നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക സ്റ്റോക്സിൻ്റെ തൈകളാണ്. നല്ല മഞ്ഞ നിറത്തിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റോക്സ്. നമുക്കിത് ചെറിയ ചട്ടിയിൽ വരെയും ഒതുക്കി വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ എന്നും പൂക്കൾ കിട്ടാനായിട്ട് ഈ ഒരു പ്ലാന്റ് നടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഈ ഒരു കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ തന്നെ വേരിഗേറ്റഡ് ആണ്. ഒരു യെല്ലോ കളറും കൂടെ ലീഫിൽ വരുന്ന പ്ലാന്റ് ആണിത്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക കേഷ്യ സഫ്ലോറയാണ്. നല്ലൊരു പൂമരമായിട്ടൊക്കെ നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക റെയിൻ ലില്ലിയുടെ പ്ലാന്റ്സ് ആണ്. 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യത്തെ കളർ വരിക പിങ്ക് ആണ്. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് റെയിൻ ലില്ലി. നട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. മഴയോ വെയിലോ ഒന്നും ഈ ഒരു പ്ലാന്റിന് പ്രശ്നമല്ല. കൂടുതലും മഴയത്താണ് പ്ലാന്റ്സ് പൂക്കാറുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ബൾബോട് കൂടിയ പ്ലാന്റ്സ് തന്നെയായിരിക്കും അയക്കുന്നത്. രണ്ടാമത്തെ കളർ വരിക വൈറ്റ് ആണ്. ഈ 2 കളർ മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. കൂടുതൽ കളേഴ്സ് ഇനി നമുക്ക് കൊണ്ടുവരാനുണ്ട്.
അപ്പോൾ ഇതും ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 2 പ്ലാന്റിനും 15 രൂപ വീതമാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ജെട്രോഫയാണ്. ജെട്രോഫയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് അരേലിയ ആണ്. ബ്ലാക്ക് അരേലിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണിത്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക ബോട്ടിൽ ബ്രഷ് ആണ്. ബോട്ടിൽ ബ്രഷിൻ്റെ റെഡ് കളറാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ് സൈസ് വരിക അതാ ഈ കാണുന്ന ഒരു സൈസ് ആയിരിക്കും. ഇതിൽ തന്നെ നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഈ കാണുന്ന പരുവത്തിലുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക മെക്സിക്കൻ ഫ്ലെയിം ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. ഒരുപാട് ക്രീപ്പറായിട്ടൊന്നും വളർന്നു പോകാത്ത ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസ് പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് യൂഫോർബിയ മിലി അല്ലെങ്കിൽ തോൺലെസ് യൂഫോർബിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അല്പം പോലും മുള്ളില്ലാത്ത ഒരു യൂഫോർബിയ വെറൈറ്റിയാണിത്. ചെറിയ പൂക്കളാണ് വരിക, പക്ഷെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ശ്രീലങ്കൻ ജാസ്മിൻ ആണ്. ശ്രീലങ്കൻ ജാസ്മിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതും സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക പാസിഫ്ലോറ ബ്ലൂ ആണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ്. ഈ കാണുന്ന നല്ല വലുപ്പമുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്നതാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഗാൽപീമിയ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത്. വളരെ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നിലത്തോ അതല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. പേര് പോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. സീസണിൽ ചെടി നിറയെ പൂക്കൾ തരികയും അതോടൊപ്പം നല്ല സ്മെല്ലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ. കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുക. നിലവിൽ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് വരിക ഇതാണ്. പക്ഷേ പൂക്കൾ ഉണ്ടാവില്ല പ്ലാന്റ്സിൽ. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ചൈനീസ് വയലറ്റിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. അതുപോലെ തന്നെ ഒരു ഇളം വയലറ്റ് കളറിലുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക നമ്മുടെ ബാംബു ഓർക്കിഡിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. നോർമൽ ബാംബു ഓർക്കിഡ് പോലെ അത്രയും വലുപ്പമൊന്നും വെക്കാതെ തന്നെ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ ഒതുക്കി വളർത്താൻ കഴിയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ വരിക. ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറോടൊക്കെ ചേർന്നാണ് പൂക്കളിൽ വരിക. ഈ ഒരു വലുപ്പമായ പൂക്കൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് വരിക അത് ഈ കാണുന്നതാണ്. മിക്ക പ്ലാന്റ്സിലും ഒരു 1-2 ഷൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ചൈന ഡോൾ ആണ്. നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ലീഫിൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു പ്ലാസ്റ്റിക് പോലെയാണ് ലീഫ് ഉണ്ടാവുക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക. മിക്ക പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വളരെ കുറവാണ്. പ്ലാന്റ്സ് കിട്ടിയില്ല എങ്കിൽ ആരും ദയവ് ചെയ്ത് പരിഭവം പറയരുത്. മനഃപൂർവ്വമല്ല, പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കുറവായതുകൊണ്ടാണ്.
ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇനിയും സെയിലിനായിട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പലരുടെയും കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പ്ലാന്റ്സിനെ പറ്റിയും അതുപോലെ പാക്കിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. തുടർന്നും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷമാവും വീഡിയോസ് ഉണ്ടാവുക. ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക, വീഡിയോസൊക്കെ കാണുക. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ.